ഇതിനു മുൻപ് അലുവ കിണ്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വ്യത്യസ്തമായ അലുവ കിണ്ടൽ പരിപാടികളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അലുവ കിണ്ടാനുള്ള അടുപ്പിന് തീ കൊളുത്തുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. ഇത് നടക്കുന്നത് കല്യാണത്തിന് തൊട്ട് തലേ ദിവസമാണ്. ഇന്നാണ് നമ്മുടെ മധുരം വെപ്പ്. ഫുൾ റെസിപ്പി എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു കളറിലെ മാലയും കമ്മലും തിരക്കിയാണ് ഞങ്ങൾ 3 പേരും സോനുവിനെയും കൂട്ടി കൊല്ലം മുഴുവൻ കറങ്ങിയത്. സോണിമോളുടെ കൂടെ വർക്ക് ചെയ്ത വിനിത ചേച്ചി നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഒന്നും കിട്ടാഞ്ഞ് നിലുവിനുള്ള ബബിളും മേടിച്ച് ജ്യൂസും കുടിച്ച് ചായയൊക്കെ കഴിഞ്ഞ് നേരെ ശോഭനെ എടുത്ത് വീട്ടിലേക്ക്. ബൈ ഇന്ന് ഞാനാണ് മേക്കപ്പ് മാൻ. ഞാനിപ്പോൾ സോണിമോളുടെ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് അഗാരോയുടെ വോളിമൈസർ ഹെയർ ഡ്രയർ ആണ് യൂസ് ചെയ്യുന്നത്. സേഫ് ആയിട്ടുള്ള സെറാമിക് ബ്രഷ് ഹെഡ് ആണ്. 1200 വോൾട്ട്സ് ആണ് വരുന്നത്. ഇതിനൊരൊറ്റ മോഡേ ഉള്ളൂ, പക്ഷെ അത് മതി മുടി പെട്ടെന്ന് സ്ട്രെയിറ്റ് ആവാനായിട്ട്. ഇതുപോലെ ബൾക്കായിട്ട് ഹെയർ എടുത്ത് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പരിപാടി കഴിയും. ചെറിയ സ്ട്രെയിറ്റ്നർ ആണെങ്കിൽ നമ്മളിത് ചെയ്തു വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഞങ്ങൾ കൊല്ലത്ത് കിടന്ന് കറങ്ങുന്ന വിഷ്വൽസിലെ സോണിമോളുടെ മുടിയും ഇപ്പോൾ കാണുന്ന ഹെയറുമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഫംഗ്ഷൻ കഴിയുന്നത് വരെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ഇത് പെട്ടെന്നൊന്നും തിരിച്ച് റീഫോം ആവത്തില്ല. നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ. എണ്ണയുണ്ടെങ്കിൽ നമ്മൾ ഇതിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുടി തിരിച്ച് ചുരുളും. ശോഭയുടെ ഒറിജിനൽ നെയിം എമിൽ എന്നാണ്. പണ്ട് ഞാൻ ട്യൂഷൻ എടുത്തിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടാണ്. മിനിയാൻഡി ആയിരുന്നു എൻ്റെ മേക്കപ്പ് മാൻ. എനിക്കുള്ള സെറ്റും മുണ്ടൊക്കെ മിനിയാൻഡിയാണ് ഉടുപ്പിച്ച് തന്നത്. ആ ഒരു ടൈമിൽ സോണിമോളും ക്യാമറാമാൻമാരും ഇതുപോലെ തിരയെണ്ണാനായിട്ട് കടപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓടിയും ചാടിയും നടന്നും ഇരുന്നും ഒക്കെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരെടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് വന്നു. 6 മണിക്കായിരുന്നു ചടങ്ങ്. അവർ വീഡിയോ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലൂക്ക ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് ഈ ഒരു വീഡിയോ അവൻ സൈഡ് ആംഗിളിൽ നിന്ന് എടുത്തു തന്നതാണ്. പക്ഷെ എനിക്കിതെന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോഴേക്ക് ഞങ്ങൾ തിരിച്ച് കല്യാണ വീട്ടിലേക്ക് എത്തി. അവിടെ നവോദയയിൽ നിന്ന് ടീം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്ലെക്സ് മുന്നിൽ വെക്കാനായിട്ട്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ. വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ആത്മാർത്ഥമായിട്ടാണ് അലുവ കിണ്ടിയത്. ആലനും കൊച്ചുവപ്പയൊക്കെ എത്തിയപ്പോഴേക്ക് 2 പേർക്ക് നല്ല വിശപ്പ്. ഇനി നമുക്ക് കുറച്ച് ജോജീസം കാണാം. എന്തുവാടാ കവറില്? ഇതാണ് ജോജി, അമ്മയുടെ കസിന്റെ മോനാണ്. സത്യത്തിൽ ഇവന്മാർ കേക്ക് മേടിക്കാൻ മറന്നുപോയി കേട്ടോ. എന്നിട്ട് സ്മിത്തിനെ വിളിച്ച് പറഞ്ഞു, ചേട്ടൻ കുറച്ച് പതുക്കെ ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ സോണിമോളുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടുമല്ലോ കേക്ക് സമയത്ത് എത്താത്തതിന്. സോണിമോളുടെ ഗോഡ് പേരൻസ് മധുരം കൊടുത്തു കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വല്യമ്മയും പിന്നെ സ്മിത്തിൻ്റെ അനിയൻ ജിത്തും വൈഫും ഇവരുടെ കല്യാണം 5th കഴിഞ്ഞതേ ഉള്ളൂ. ന്യൂലി വെഡ്സ് ആണ്. അവരും വന്ന് മധുരമൊക്കെ കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്കനെയും പെണ്ണിനെയും കൊണ്ട് ഹലുവ കിണ്ടിച്ചു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷന്റെ പാരുദയ മറിയമേ എന്ന് പറഞ്ഞ പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് യഥാർത്ഥ ഓഡിയോ കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വീഴും. അതിൻ്റെ കൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും വക കമൻട്രി ഉണ്ടായിരുന്നു. എത്തിയ കേക്ക് അത് കഴിഞ്ഞിട്ടാണ് അവർ 2 പേരും മുറിച്ചത്. പാടി തെറ്റിച്ചതൊക്കെ പിന്നെ ശരിയാക്കിയിട്ടാണ് എല്ലാവരും പാട്ട് നിർത്തിയത്. അപ്പോൾ നമുക്കിനി കല്യാണ വീഡിയോയിൽ ഉടനെ കാണാം.